അസ്സലാമലൈക്കും, നമസ്കാരം. എല്ലാവർക്കും കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഗ്രീൻ പീസ് കറിയും പത്തിരിയും. അപ്പോൾ പത്തിരിക്ക് പൊടി വാട്ടിയെടുക്കാൻ വെള്ളം ഉപ്പിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഉപ്പിട്ടിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഗ്രീൻ പീസ് കറി ഒരു സവാള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് പിന്നെ അതിലേക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മുളകും പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. ഞാനൊരു 5 വിസിലൊക്കെ വന്നിട്ടാണ് ഓഫാക്കിയുള്ളത്. കാരണം നന്നായിട്ട് ഗ്രീൻ പീസ് വെന്തിങ്ങനെ ഉടയണത് ഇവിടെ ഇഷ്ടമാണ്. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊടി വാട്ടിയെടുക്കാം. അങ്ങനെ പൊടിയൊക്കെ വാട്ടിയെടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ചൂടോടെ തന്നെ ഞാൻ കുഴക്കും കേട്ടോ. കൈയൊക്കെ പൊള്ളും, എന്നാലും ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായി കുഴച്ച് നല്ല പഞ്ഞി പോലത്തെ മാവ് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ഉരുളകളാക്കിയിട്ട് ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് നമുക്കൊന്ന് പ്രസ്സുമ്മ പരത്തിയെടുക്കാം. കുറച്ച് എണ്ണ തടവി കൊടുക്കൂട്ടോ ഞാനൊന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ. അപ്പോൾ അത് പരത്തിയെടുത്തിട്ട് പത്തിരി ചുടുന്നത് കഴിഞ്ഞ് ഇതവിടെ നല്ല പൊള്ളച്ച് വരുന്ന നല്ല നല്ല നൈസ് പത്തിരി കിട്ടി. അപ്പോൾ ഗ്രീൻ പീസ് ഇവിടെ വെന്തിട്ടുണ്ട്. അത് ഉടഞ്ഞ് നല്ല വെന്തുണ്ട്. അതിലേക്ക് കറിക്ക് ആവശ്യമായ തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ച് കൊടുത്ത് ഇനി ഒന്ന് തൂമിച്ചെടുക്കണം. തിളപ്പിക്കണം കേട്ടോ. ആദ്യം ഒരു ബബിൾസ് വന്നാൽ മതി. നന്നായി തിളക്കേണ്ട. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ കടുകും കടുകും വേപ്പിലൊക്കെ ഇട്ടിട്ട് തൂമിച്ചെടുത്ത് നല്ല ഏതപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു നാടൻ ഉപ്പേരി കണ്ടാലോ. ഉണ്ണിത്തണ്ടും പയറും ഉപ്പേരി. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ അതിനത് പയർ ഞാനിവിടെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ടുണ്ട് കേട്ടോ. മൺപയർ ഇട്ടാ. ഉണ്ണിത്തണ്ട് എന്ന് എല്ലാവരും എന്താ പറയാന്നറിയില്ല. ഈ വാഴയുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്നതാണ് ഉണ്ണിത്തണ്ട്. അതിനെല്ലാവരും എന്താ പറയണമെന്ന് അറിയില്ല. ഞങ്ങൾ ഉണ്ണിത്തണ്ട് എന്നാണ് പറയുക. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് രണ്ടും കൂടിയിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവാനുള്ള ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനൊരു 4-5 വിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. എല്ലാവർക്കും ഈ ഉപ്പേരി അറിയുമെന്ന് അറിയില്ല. ഒരു നാടൻ വിഭവമാണ് കേട്ടോ. നമുക്ക് പണ്ടൊക്കെ സ്ഥിരമായിട്ട് എൻ്റെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കിയിരുന്നൊരു ഉപ്പേരി കേട്ടോ അത്. അപ്പോൾ അതവിടെ വെന്ത് വന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് ചെറിയ ഉള്ളി കുറച്ചൊരു 4-5 ഉണക്കമുളകും കൂടിയിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഉപ്പേരി വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് തൂമിച്ചെടുക്കണം. അതിന് വെളിച്ചെണ്ണയിൽ വേപ്പിലയും കടുകൊക്കെ ഇട്ടിട്ട് പൊട്ടിച്ചതിൻ്റെ ശേഷം ചതച്ച ഇഞ്ചിയും ചതച്ച വെളുത്തുള്ളി, ചെറിയ ഉള്ളിയും വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്ക് മൈൻഡ് മാറിപ്പോകുമ്പോൾ തെറ്റി പോവുക കേട്ടോ. ചെറിയ ഉള്ളിയും മറ്റൊരു മുളകൊക്കെ ഇട്ടിട്ട് ചതച്ചതൊക്കെ കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ നല്ല ഉടഞ്ഞ ഉണ്ണിത്തണ്ടും പയറും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് തുറന്ന് വെച്ചതാണ്. നല്ല മണം വരും കേട്ടോ. ഇത് മാത്രം മതി. ഇതും ഒരു ഉണക്കലുണ്ടെങ്കിൽ നമുക്ക് ചോറ് പോണ വഴി അറിയില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ.